തിരച്ചിൽ പുരോഗമിക്കുകയാണ്. NDRFിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ഊർജിതമായുള്ള തിരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാൻ സാധിക്കും, പുഴയ്ക്ക് കുറുകെ ആണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അതിതീവ്രമായ രക്ഷാപ്രവർത്തനം തന്നെയാണ്. വളരെ ബുദ്ധിമുട്ട് സഹിച്ചാണ് പല NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഉദ്യോഗസ്ഥർ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് കുത്തിയൊഴുകുന്ന ഈ മീനാക്ഷി പുഴയ്ക്ക് കുറുകെ ആണ് വടങ്ങൾ ഒക്കെ ഉപയോഗിച്ചാണ് നിലവിലിപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. മാധ്യമപ്രവർത്തകരായാലും വളരെ കഷ്ടപ്പെട്ടാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഒരു ഹിറ്റാച്ചി വാഹനത്തിൻ്റെ അതിൻ്റെ ടയറുകൾ എന്ന് പറയപ്പെടുന്ന ആ ഭാഗമാണ് ഈ കാണുന്നത്. നമുക്ക് ഈ വീടിൻ്റെ പുറകുവശത്താണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഹിറ്റാച്ചി വാഹനം ഇങ്ങനെ ചെടിയിൽ പുതഞ്ഞ് മലർന്ന് കിടക്കുന്നത് കാണാം. വീടിൻ്റെ പകുതി ഭാഗം പൂർണ്ണമായും പോയിട്ടുണ്ട്. ഇവിടെ ഒരു പള്ളി ഉള്ളതാണ്. ഈ പള്ളി കാണാനേ സാധിക്കുന്നില്ല. ഇപ്പോൾ മാധ്യമപ്രവർത്തകരായാലും വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവിടെ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഓരോരോ നിമിഷങ്ങളിലും. മറുഭാഗത്താണെങ്കിൽ രക്ഷാപ്രവർത്തനം അതിതീവ്രമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പുഴയിൽ കാണാം നമുക്ക് അവർ പണിക്കാരെ കൊണ്ടുവരുന്ന ബസ്സിൻ്റെ ഒരു ഭാഗം ബസ് ആ പുഴയിൽ കാണാൻ സാധിക്കും. ഇടപെട്ട് പെയ്യുന്ന മഴ തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് ഏറെ വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലോസായി കാണാൻ സാധിക്കും. ഈ മൺതിട്ടയുടെ മുകളിൽ നിന്ന് ആ വനമേഖലയിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതാണ് വലിയ രീതിയിലുള്ള മണ്ണടിച്ചിലിന് കാരണമായിട്ട് മാറിയിരിക്കുന്നത്. അതായത് തീവ്രമായ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ബസ്സാണ്, ആ പണിക്കാർ കൊണ്ടുവരുന്ന ബസ്സാണ് കാണാൻ സാധിക്കുന്നത്. ആ റോഡിലുണ്ടായിരുന്ന ബസ് അത് പൂർണ്ണമായും താഴെ പുഴയിലെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഹിറ്റാച്ചുകളൊക്കെ ഉപയോഗിച്ച് അത് തീവ്രമായുള്ള മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. രക്ഷാപ്രവർത്തനം അതികഠിനമായ ദുസ്സഹ സാഹചര്യത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. NDRF സംഘങ്ങളാണെങ്കിൽ അതിതീവ്രമായി തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നത്. കുത്തിയൊഴുകുന്ന ഈ പുഴയ്ക്ക് കുറുകെയാണ് പല സേനാ അംഗങ്ങളും അതികഠിനമായി തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.